ഉച്ചക്ക് കഴിച്ച മന്തി യെല്ലോ, പച്ച, പിങ്ക്, ഓറഞ്ച്, കളർഫുൾ ഐറ്റം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെഡിങ് പർച്ചേസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്താ എൻ്റെ പർച്ചേസിങ് ഇതുവരെ കഴിഞ്ഞില്ലേന്ന്. കഴിഞ്ഞിട്ടില്ല ഗായ്സ്, എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ല. എനിക്ക് തലേ ദിവസത്തിന് കിട്ടിയിട്ടില്ല, റിസപ്ഷൻ കിട്ടിയിട്ടില്ല, ഇക്കാടെ വൈഫിന് കിട്ടിയിട്ടില്ല, ഉമ്മ കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടാത്തവരുടെ ഒരു നിര തന്നെ ഉണ്ട്. അപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് നമ്മുടെ ആ ഒരു പഴയ സ്ഥലത്തേക്ക് തന്നെയാണ്, ഫാമിലി വെഡിങ് സെൻറ്ററിലേക്കാണ് കേട്ടോ. ശരിക്കും നമുക്കൊരു ഫാമിലി പോയ ഒരു ഫീലാണ് കേട്ടോ. അവിടെ പോയാൽ നല്ല കസ്റ്റമർ സർവീസും. ഞാൻ ഇത്രയും വർഷത്തിലടക്ക് കുറേ ഷോപ്പുകളിൽ പോയിട്ടുണ്ട്. ഏറ്റവും അടിപൊളി കസ്റ്റമർ സർവീസ് എനിക്ക് തോന്നിയത് ഫാമിലിയിലാണ് കേട്ടോ. തവണ നമ്മൾ പെണ്ണിനുള്ള ഒരു സാധനം എടുക്കണില്ല, കാരണം പെണ്ണിൻ്റെ കംപ്ലീറ്റ് പർച്ചേസിങ് നമ്മൾ തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഓടി പോയി കണ്ടു നോക്കട്ടെ. അപ്പോൾ ഇന്ന് പോണത് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണം. കുട്ടികൾക്കൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ ഫാമിലിയിലോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലിയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പൊന്നാനിയിലൊരു വീട്ടിൽ കല്യാണം പറയാനുണ്ടായിരുന്നു കേട്ടോ. കല്യാണം പറയാൻ പോയപ്പോഴാണ് അറിഞ്ഞത് കുടുംബക്കാരവിടെ നിന്ന് കെട്ടും പോയി കിടന്നു. കാലം നിങ്ങൾ ഒരു തറണ്ടെങ്കിൽ തറടോടെങ്കിലും കല്യാണം പറഞ്ഞിട്ട് വരായിരുന്നു. വീടൊക്കെ തന്നെയാണ്. വീട് ഇവിടെ കല്യാണം പറയാൻ വന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കുണ്ടായില്ല. തറ പോലെ കാണാനില്ല. ആ കിണറുണ്ട്. തൽക്കാലേ ഒരു കാഴ്ച എടുത്തിട്ട് തറ വെച്ചെടുക്ക. എടകറായിട്ട് ഇപ്പൊ ഡ്രസ്സ് എടുക്കണോടത്തൊന്ന് തിരിഞ്ഞതാ. ഒരു കാര്യമില്ലാണ്ട് വീടടക്കം പൊളിച്ചു പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ഫാമിലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലി പോലെ തന്നെയാണ്. അതിൻ്റെ അകത്തോട്ടങ്ങ് കയറി കഴിഞ്ഞാൽ ഇത് വെറുതെ പൊക്കി പറയണതല്ല. ഇനി സംശയമുള്ളവർ ഒരു തവണയെങ്കിലും ഒന്ന് പോയി നോക്കട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ കംപ്ലീറ്റ് പെണ്ണിൻ്റെ ഡ്രസ്സെല്ലാം എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം കംപ്ലീറ്റ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാമല്ലോ കേട്ടോ. അപ്പോൾ തലേ ദിവസം ഇടാനുള്ള ഒരു സൽവാറാണ് ഇപ്പം നോക്കാൻ പോണത്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ കുറേയൊക്കെ ഇട്ട് നോക്കിയിട്ട് താഴെ കണ്ടോ ജീൻസ് പാൻറ്റും മേലെ ചുരിദാറിൻ്റെ ടോപ്പും. അപ്പോൾ ഞാൻ ചുരിദാർ അങ്ങനെ ഇടാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു താല്പര്യമില്ല എടുക്കാനും. പിന്നെ എല്ലാവരും എടുക്കാൻ പറഞ്ഞതുകൊണ്ട് കുറേയൊക്കെ ഇട്ട് നോക്കി. ഞാൻ എടുത്തില്ല കേട്ടോ, പക്ഷേ ബാബിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഇക്കാടെ വൈഫിന്. അപ്പോൾ അത് ഏതാണെന്നുള്ളതൊക്കെ നമ്മുടെ വെഡ്ഡിങ് വീഡിയോസിൽ കാണിച്ചു തരാം. ഇപ്പം തന്നെ ഞങ്ങൾ കല്യാണ ഡ്രസ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇട്ട് നോക്കുന്ന ഡ്രസ്സൊന്നല്ല ഞങ്ങൾ എടുത്തുള്ള കേട്ടോ. അത് വേറെ ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കുറേ നേരം ഇട്ട് നോക്കി, കുറേ പോസൊക്കെ ഇട്ട് കുറേ നേരം നോക്കിയിട്ട്. അപ്പോൾ യൂട്യൂബിൽ ഇടരുത് എന്നാണ് അവൾ പറയുന്നത്. പിന്നെ ഫാമിലി പോയ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള ചായയും കടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ തവണ പോയപ്പോഴും അതിൻ്റെ മുന്നേ പോയപ്പോഴൊക്കെ നല്ല അലുവ, കൽത്തപ്പം അതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ അച്ചപ്പമായിരുന്നു. അപ്പോൾ അച്ചപ്പവും ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു സെറ്റ് സാരി നോക്കാൻ പോയി. പെണ്ണിനുള്ള ഡ്രസ്സ് എടുക്കൂല എന്ന് വിചാരിച്ചാലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു സെറ്റ് സാരി എടുത്തു. അതുപോലെ തന്നെ കുറച്ച് അബായുള്ള കളക്ഷൻസൊക്കെ നോക്കി. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ ഫാമിലിയുടെ റീ ഓപ്പണിംഗ് ആണ്. ഗ്രാൻഡ് റീ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട്. നല്ല ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിട്ടോ. പിന്നെ നമ്മളൊരു 1:30 മണിയാകുമ്പോൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇത്തവണ പേജിലല്ല പോയത് കേട്ടോ, വേറൊരു റെസ്റ്റോറൻറ്റിലായിരുന്നു. പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നല്ല സലാഡൊക്കെ കഴിച്ചു. മുട്ട ഞാൻ എനിക്ക് കഴിക്കാൻ എടുത്തല്ല കേട്ടോ, മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ വന്നപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണം. അറിയാത്ത ഭാഷയായതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടാൻ പോയില്ല. സ്പൈസി ആണോ വിത്തൗട്ട് സ്പൈസി ആണോ എന്നൊക്കെ ചോദിക്കണത് അതുമാത്രമാണ് എനിക്ക് മനസ്സിലായത്. സംഭവം എന്തായാലും മന്തി അടിപൊളിയായിരുന്നു. കുറച്ചൊരു വേവ് കുറവുള്ള പോലെ തോന്നി, പക്ഷേ നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഉണ്ടായിരുന്നു. എല്ലാത്തിനും കൂടെ അതിൽ ഇറക്കി വിട്ടപ്പോൾ പിന്നെ തിരിച്ച് കയറാനായിരുന്നു പണി. പിന്നെ ഞങ്ങൾക്ക് റൂമുകളിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബെഡ്ഷീറ്റ്, ടർക്കി അതൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഒരു ദോൽക്കിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ കുറേ ഷർട്ട് കണ്ടപ്പോൾ കുറേ നേരം നിന്ന് ചിരിച്ച് അതൊക്കെ ഇട്ട് നോക്കലും എടുത്ത് നോക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇക്കാക്ക് വേണ്ടിയിട്ട് ഒരു ഷർട്ട് എടുത്തു. ഷർട്ട് ഇട്ട് നോക്കിയപ്പോഴാണ് അവസ്ഥ മനസ്സിലാക്കിയത്. അവനക്ക് 6 പാക്കിന് പകരം ഫാമിലി പാക്ക് ആയതുകൊണ്ട് ആ ഷർട്ട് ഞങ്ങൾക്ക് സെറ്റായില്ല
ഗൈസ്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, കുറേ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളുടെ അവിടുത്തെ മാനേജറെ എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ വരുന്ന വരെ ലാസ്റ്റ് ടൈം വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഒരു കസ്റ്റമറിന് അവിടെ കയറുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ ആവശ്യം, എത്രയാണ് അവരുടെ ബഡ്ജറ്റ്, അങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് അവർ നമുക്ക് സാധനം എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ബില്ലൊക്കെ കിട്ടി. ബില്ലൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്തവണത്തെ പർച്ചേസിങ് വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഹാപ്പി എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വണ്ടിയിലുള്ളത് കംപ്ലീറ്റ് മടിച്ചുകളായതുകൊണ്ട് ആര് ഗേറ്റ് തുറക്കുന്നുള്ള ചർച്ചയിലാണ് ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയേക്കുന്നത് കേട്ടോ. അപ്പം നീ തുറക്ക് ഞാൻ തുറക്കുന്നിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് അവസാനം ഫ്രണ്ടിലുള്ള ആളെ തന്നെ ഞങ്ങൾ ഇറക്കി. കാരണം ഓൾറെഡി ഭയങ്കര ടയേർഡാണ്. കുറേ ഡ്രസ്സ് ഇട്ട് നോക്കലും എടുത്ത് നോക്കലൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, വാങ്ങിച്ച സാധനം ഞാൻ കാണിച്ചു തരുന്നില്ല, നമുക്ക് വെഡിങ് വീഡിയോയിൽ കാണാം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറക്കലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് പോയിട്ട് കാണാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഡാഡി പൂമുഖ വാതിൽക്കൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്ന പാടെ തന്നെ ബില്ലെടുത്ത് കൈ കൊടുത്തു. അപ്പോൾ ആ കാത്തിരിപ്പിനൊരു വിരാമമായിട്ടുണ്ട്. അപ്പോൾ ഇതത്രയും കുറച്ച് സാധനങ്ങളാണ് ഞങ്ങളവിടുന്ന് വാങ്ങിച്ചുള്ളത് കേട്ടോ. പിന്നെ രാവിലെ നമ്മളവിടെ കയറിയത് മുതൽ വൈകിട്ട് വരെ നമ്മുടെ കൂടെ ആ മാനേജർ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. വരുന്ന സമയത്ത് ഇത് ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നൊരു പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഉണ്ടായിരുന്നില്ല, ഉമ്മ മോനെയും കൊണ്ട് കാറിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകം മാനേജർ തന്നാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അത്യാവശ്യം കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇത്രയ്ക്ക് അധികം കൊടുക്കുമെന്നുള്ള എനിക്കറിയില്ല കേട്ടോ. വേറെ കടയിൽ നിന്നൊന്നും എനിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്ര അധികം സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പ്ലേറ്റ് ഉണ്ടായിരുന്നു, വലിയ പ്ലേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ പ്ലേറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് കറിയൊക്കെ വിളമ്പാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ സെറ്റ് ഉണ്ടായിരുന്നു. ഗ്ലാസ് വേറെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് ഫാമിലിയുടെ ഗ്ലാസ് പ്ലേറ്റൊക്കെ ആണ് കേട്ടോ. പിന്നെ നല്ലൊരു ക്ലോക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഡ്രസ്സുകളൊക്കെ ഉപ്പാക്കൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കുറേ എന്താ പറയുക ഓരോ സെറ്റാക്കിയിട്ട് അങ്ങനെ വെച്ച് നമുക്ക് ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു പെട്ടി തുറന്നിട്ട് എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇപ്പോൾ അത് കുത്തി തുറക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആണ് സ്പീഡാക്കിയിട്ട് കണ്ടോ. ഞാൻ ഈ നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. നല്ല ബൗളായിരുന്നു, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയണ്ട, കാരണം നമ്മളൊരു കസ്റ്റമർക്ക് വെറുതെ കൊടുക്കുന്ന സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഒന്നും അല്ല. പിന്നെ അത്യാവശ്യം എന്താ പറയുക ചായയും വെള്ളമൊക്കെ തന്ന് നന്നായിട്ട് സൽക്കരിക്കുന്നുമുണ്ട്. ശരിക്കും നമ്മുടെ ഒരു ഫാമിലിയിൽ പോയൊരു ഫീലായിരുന്നു. ഞാൻ കുറേ ആൾക്കാർക്ക് ഈ ഒരു ഷോപ്പ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ ആൾക്കാർ മെസ്സേജൊക്കെ ചെയ്തു. അപ്പോൾ എന്താ പറയുക, നല്ലത് കാണുമ്പോൾ നമ്മൾ അത് നല്ലതാണെന്ന് പറയാനൊരു മടിയില്ല. അപ്പോൾ കുറച്ച് ക്രിമികൾ പറയും ഇത് പ്രൊമോഷൻ വീഡിയോ എന്നൊക്കെ. എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു. നിങ്ങൾ കമൻറ്റ് പോലും ഞാൻ നോക്കൂല നല്ല എല്ലാത്തിനും റിപ്ലൈ ആയിരുന്നിട്ട് ഞാൻ കമൻറ്റ് ഓഫ് ചെയ്തു വെക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ പറ്റാതെ നിങ്ങൾ വിഷമിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളത്തെ വീഡിയോ നമുക്ക് നാളെ കാണാം.